കേരളം മൊത്തവും 900 ആൾക്കാർക്ക് ജോലി കൊടുത്തു. അടുത്ത നോട്ടിഫിക്കേഷനും വരാറായി. ഞാനൊരു കൃതാർത്ഥൻ തന്നെ, അന്നദാതാവ്. ഇത്രയും പേർക്ക് ജോലി കൊടുത്തു. കേരളം മൊത്തം 900 പേര്. ഓഹോ, നിന്റെ ചിരി ഞാൻ ഇപ്പൊ തീർത്തു തരാം. വെവുക്കോ എൽഡീസി ലാസ്റ്റ് അഡ്വൈസ് നോക്കട്ടെ. ഈ 229 പേർക്ക് ജോലി കൊടുത്ത നീയും 900 പേർക്ക് ജോലി കൊടുത്ത ഞാൻ. നീ എനിക്കിട്ട് ഇളക്കാൻ വരണം, മാറിയില്ല ഇങ്ങോട്ട്. അയ്യാ, എനിക്കിട്ട് വന്നേക്കുന്നു. എടാ ഞാൻ ഈ ഓണത്തിന് എൻ്റെ പിള്ളേർക്ക് 229 പേര് പ്ലസ് ബാക്കിയുള്ളവർക്ക് കൊടുത്ത ഇൻസെൻറ്റീവ് തന്നെ 1,02,500 രൂപ കൊടുത്ത്. നീ നിന്റെ ആയുസിൽ ആർക്കെങ്കിലും ഇത്രയും കൊടുത്തിട്ടുണ്ടാ? പിന്നെ എന്നെ കടിക്കുന്ന അത്ര റേഞ്ച് വേണം, റേഞ്ച്. അല്ല, ചുമ്മാ വന്നിരുന്ന പരീക്ഷ തന്നെ ഞാൻ എടുത്ത് ലിസ്റ്റ് ഇടാൻ പോലെ. താനൊരു കാര്യം ചെയ്യൂ, 400 500 അഡ്വൈസ് അയച്ചോളൂ. കുട്ടികൾ പഠിച്ചിട്ട് ലിസ്റ്റിൽ വന്നേലേ, അങ്ങോട്ട് കൊടുക്കുക. എന്തിനാ ഇപ്പം ഇത്ര പിശിക്കണേ? നമ്മളിപ്പോൾ വെറും 2338 ആളുകളെ എടുത്തിട്ടുള്ളൂ. 1.5 വർഷം ഇനി ലിസ്റ്റിന് ബാക്കിയില്ലേ? കുട്ടികൾക്ക് കൊടുക്കടോ, സാരില്ല, പഠിച്ചിട്ട് പറഞ്ഞല്ലേ. കുട്ടികൾക്ക് വിഷമാക്കണ്ട, അങ്ങ് കൊടുത്തേക്കൂ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. 1000 അഡ്വൈസിൻ്റെ ചാർട്ട് ഉടനിട്ടുള്ളൂ കേട്ടോ. കുട്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ടേ, കൊടുത്തേക്കൂ. ഞാൻ വിളിച്ചോളാം, ഇവിടെ കുറച്ച് തിരക്കുണ്ടേ. അങ്ങനെ ആട്ടെ, ശരി. ഹൗ ക്രൂവൽ. നിങ്ങളൊക്കെ ഇനി എന്തിനാ ഇവിടെ കളം ഇടുക? ഇപ്പം തന്നെ 2338 അഡ്വൈസ് പോയ എന്നെ അല്ലേ ആൾക്കാർ പഠിക്കുള്ളൂ. നിങ്ങളൊക്കെ വെറും വേസ്റ്റ്, ചുമ്മാ വിളിക്കണല്ലേ. നിങ്ങളൊക്കെ അങ്ങോട്ട് കളം ഇടുക, എന്നിട്ട് ഞാനിവിടെ ഒറ്റയ്ക്കങ്ങ് വാഴോളാം. കുട്ടികൾക്ക് ഗുണമുള്ളതിനല്ലേ കുട്ടികൾ പഠിക്കുള്ളൂ. അപ്പം നിന്നെയൊക്കെ ആരാ പഠിക്കുക? കളം ഇടുക. ഹേയ്, ഞാൻ തീരുമാനിക്കും. നിന്റെയൊക്കെ തന്തയാടാ ഞാൻ, തന്ത. PSC തന്ത. നിന്നെയൊക്കെ പുറം ലോകം കാണണമെങ്കിൽ ഞാൻ വിചാരിക്കും മര്യാദയ്ക്കിരുന്നെങ്കിൽ എല്ലാം 10 ക്വസ്റ്റ്യൻ വീതം ഞാൻ ഡിലീറ്റ് ചെയ്യും. അറിയണം നിനക്കൊക്കെ. നിന്നെയൊക്കെ വെളിയിലുള്ളവർ കാണണമെങ്കിലേ ഞാൻ തീരുമാനിക്കും. ഈ PSC പരീക്ഷകളുടെ മൊത്തത്തില്ലേ, ആരൊക്കെ ഏതൊക്കെ പരീക്ഷ എഴുതണം വേണ്ട എല്ലാം തീരുമാനിക്കുന്ന ഞാനാണെന്ന് മറന്നു വേണം നീയൊക്കെ. സബ്കാ ബാപ് ഹൂ, PSC തന്ത. അനക്കൊല്ലം പറയാനുണ്ടോ? അനക്കുണ്ടോ? ഇല്ലല്ലോ. നോട്ടിഫിക്കേഷൻ ഔട്ട്. സമയം